ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴമേറിയ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം എവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പഴയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയുള്ള പഠനം നമ്മൾ തുടരുകയാണ്. പഴയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളിലെ അവസാനത്തെ ഗ്രന്ഥം മക്കബായരുടെ ഗ്രന്ഥമാണ്. 2 പുസ്തകങ്ങളിലായി മക്കബായരുടെ ചരിത്രം നമ്മൾ കാണുന്നു. മക്കബായരുടെ ചരിത്രത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് യഹൂദരുടെ മേൽ, ജെറുസലേമിൻ്റെ മേൽ മതമർദ്ദനങ്ങൾ അഴിച്ചുവിട്ട, ജെറുസലേം ദേവാലയത്തെ കൊള്ളയടിച്ച, യഹൂദരുടെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളെ നിരോധിച്ച, പരിച്ഛേദനം നിർത്തലാക്കിയ, യഹൂദൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്ത അന്ത്യോക്കസ് എപ്പിഫാനസ് 4 എന്ന സെലൂസിഡ് രാജാവിൻ്റെ ചരിത്രം. വലിയ അഹങ്കാരിയും ക്രൂരനുമായിരുന്ന ഈ രാജാവ് ദൈവത്തിൻ്റെ ജനത്തിനുമേൽ നടത്തിയ അത്യുഗ്രമായ മതമർദ്ദനങ്ങളുടെ കഥ കൂടി പറഞ്ഞുകൊണ്ടാണ് 1-ാം അധ്യായം അവസാനിക്കുന്നത്. യൂദായുടെ മേൽ കടന്നു വന്ന അത്യുഗ്രമായ മതമർദ്ദനങ്ങളുടെ ചരിത്രം വിവരിക്കുന്ന വചനഭാഗം നമുക്കിപ്പോൾ വായിക്കാം. സാധിക്കുമെങ്കിൽ നിങ്ങൾ കൂടി എന്നോടൊപ്പം വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുക. നമുക്ക് ഒരുമിച്ച് ഈ വചനഭാഗം വായിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 52 മുതൽ 64 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. നിയമം ഉപേക്ഷിച്ച വളരെ പേർ അവരോട് ചേർന്ന് നാട്ടിലെങ്ങും തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേൽക്കാർ അഭയസ്ഥാനങ്ങളിൽ ഒളിക്കുന്നതിന് ഇത് ഇടയാക്കി. 145-ാം വർഷത്തിൽ കിസ്ലേവ് മാസം 15-ാം ദിവസം ദഹനബലിപീഠത്തിന്മേൽ അവർ വിനാശത്തിൻ്റെ മ്ലേച്ഛ വസ്തു പ്രതിഷ്ഠിച്ചു. ചുറ്റുമുള്ള യൂദാ നഗരങ്ങളിലും അവർ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. വീടുകളുടെ വാതിലുകളിലും തെരുവീഥികളിലും അവർ ധൂപമർപ്പിച്ചു. കിട്ടിയ നിയമഗ്രന്ഥങ്ങൾ കീറി തീയിലിട്ടു. ഉടമ്പടി ഗ്രന്ഥം കൈവശം വയ്ക്കുകയോ നിയമത്തോട് കൂറുപുലർത്തുകയോ ചെയ്യുന്നവൻ രാജശാസനപ്രകാരം മരണത്തിന് അർഹനായിരുന്നു. നഗരങ്ങളിൽ ഇങ്ങനെ പിടിക്കപ്പെട്ട ഇസ്രായേൽക്കാരുടെ മേൽ അവർ മാസം തോറും ശിക്ഷാവിധി നടപ്പാക്കിയിരുന്നു. ദഹനബലിപീഠത്തിന് മുകളിൽ സ്ഥാപിച്ച പീഠത്തിൽ മാസത്തിൻ്റെ 25-ാം ദിവസം അവർ ബലിയർപ്പിച്ചു. പുത്രന്മാരെ പരിച്ഛേദനം ചെയ്യിച്ച സ്ത്രീകളെ രാജകൽപ്പന പ്രകാരം അവർ വധിച്ചു. അവരുടെ കുടുംബാംഗങ്ങളും പരിച്ഛേദനം ചെയ്തവരും വധിക്കപ്പെട്ടു. ശിശുക്കളെ തള്ളമാരുടെ കഴുത്തിൽ തൂക്കിക്കൊന്നു. എങ്കിലും ഇസ്രായേലിൽ വളരെ പേർ അചഞ്ചലരായി നിന്നു. അശുദ്ധ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു. ഭക്ഷണത്താൽ മലിനരാകുകയോ വിശുദ്ധ ഉടമ്പടി അശുദ്ധമാക്കുകയോ ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അവർ സന്നദ്ധരായി. അവർ മരണം വരിക്കുകയും ചെയ്തു.
ഇസ്രായേലിൻ്റെ മേൽ അത്യുഗ്രമായ കോപം നിപതിച്ചു. ഈ വചന ഭാഗം വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ കൽപ്പനകളോട്, മതനിരാസത്തിനുള്ള ആജ്ഞകളോട് രണ്ട് വിധത്തിലാണ് യഹൂദർ പ്രതികരിച്ചത്. ഒരു വിഭാഗം യഹൂദർ തങ്ങളുടെ പൂർവികരുടെ നിയമങ്ങൾ, ദൈവദത്തമായ നിയമങ്ങൾ വിസ്മരിച്ച് അന്ത്യോക്യസ് എപ്പിഫാനസിനെ പ്രീതിപ്പെടുത്താനായി സത്യദൈവത്തെ വിസ്മരിച്ചു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ തള്ളിപ്പറഞ്ഞു, മോശയിലൂടെ ദൈവദത്തമായി നൽകപ്പെട്ട വിശുദ്ധിയുടെ നിയമങ്ങളെയെല്ലാം അവർ അവഗണിച്ചു. ഇത്തരത്തിൽ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി രാജപ്രീതിക്ക് വേണ്ടി സ്വന്തം മതവിശ്വാസങ്ങളെ ബലി കൊടുത്ത ആളുകളെ, യഹൂദരെ, പാരിതോഷികങ്ങൾ നൽകി രാജാവ് സന്തോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഒരു വിഭാഗം യഹൂദർ. അതേസമയം മറ്റൊരു വിഭാഗം യഹൂദരെ കൂടെ ഈ വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവരുടെ മുമ്പിൽ രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ രാജാവിനെ തിരഞ്ഞെടുത്തുകൊണ്ട് രാജാവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, പാരിതോഷികങ്ങൾ സ്വീകരിക്കുക, സ്വന്തം ജീവൻ നിലനിർത്തുക, അല്ലെങ്കിൽ ദൈവത്തെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ മാർഗങ്ങളിൽ വ്യാപരിക്കുക. ഇത്തരത്തിൽ ദൈവത്തിൻ്റെ മാർഗത്തിൽ വ്യാപരിക്കുകയും രാജാവിൻ്റെ അനുശാസനങ്ങളെയും കൽപ്പനകളെയും തള്ളിപ്പറയുകയും ചെയ്ത, തങ്ങൾ എടുക്കുന്ന നിലപാട് ആത്മഹത്യാപരമാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടെ തന്നെ ദൈവിക നിയമങ്ങളോട് വിശ്വസ്തത പുലർത്തിയവരാണ് രണ്ടാമത്തെ കൂട്ടം യഹൂദർ. അവരിൽ ചിലർ ഒളിവിൽ പോയി, കുറേയധികം പേർ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടു. പുത്രന്മാരെ പരിച്ഛേദനം ചെയ്യിച്ച സ്ത്രീകളെ രാജകൽപ്പന പ്രകാരം വധിച്ചു. സ്ത്രീകളോട് പോലും, അമ്മമാരോട് പോലും ഒരു തരിമ്പും കരുണ കാട്ടിയില്ല. അവരുടെ കുടുംബാംഗങ്ങളും പരിച്ഛേദനം ചെയ്തവരുമൊക്കെ മുഴുവൻ പേരും കൊല്ലപ്പെടുകയാണ്. ശിശുക്കളെ തള്ളമാരുടെ കഴുത്തിൽ തൂക്കിക്കൊന്നു. എത്ര ഭയാനകമായ ഒരു ശിക്ഷയാണ് ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്നവർ അനുഭവിക്കേണ്ടി വന്നതെന്ന് ഓർക്കുക. ഭക്ഷണത്താൽ മലിനരാകുകയോ വിശുദ്ധ ഉടമ്പടി അശുദ്ധമാക്കുകയോ ചെയ്തതിനേക്കാൾ മരിക്കാൻ സന്നദ്ധരായ ഈ രണ്ടാമത്തെ കൂട്ടരുടെ അവസാനം മരണം തന്നെയായിരുന്നു. കാരണം അത്രയധികം ക്രൂരതകളിലൂടെ, മതപീഡനങ്ങളിലൂടെ ഇവർ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഒറ്റനോട്ടത്തിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് നിയമങ്ങൾ നടപ്പിലാക്കിയ രീതി കൊലപാതകത്തിൻ്റേതായിരുന്നു, ക്രൂരതയുടേതായിരുന്നു. തങ്ങളുടെ മക്കളെ പരിച്ഛേദനം ചെയ്ത സ്ത്രീകളെ കുഞ്ഞുങ്ങളോടൊപ്പം കൊല്ലുന്ന ക്രൂരത, സാബത്ത് ആചരിക്കുന്നു എന്ന് കണ്ടെത്തിയവരെ ജീവനോടെ കത്തിക്കുന്ന ക്രൂരത, നിയമഗ്രന്ഥം തോറായുടെ ചുരുളുകൾ കീറി തീയിലിടുന്ന ക്രൂരത, പന്നി മാംസം കഴിക്കാൻ വിസമ്മതിച്ചതിന് യഹൂദരെ പീഡിപ്പിച്ചു കൊല്ലുന്ന ക്രൂരത, യഹൂദ ഗ്രാമങ്ങളെ ഒന്നടങ്കം ആക്രമിച്ച് ഉന്മൂലനാശം നടത്തുന്ന ക്രൂരത. ഇത്തരത്തിൽ നിരവധി ക്രൂരമായ മതമർദ്ദനങ്ങൾ ഈ ജനം സഹിക്കേണ്ടി വരികയാണ്. ഇത്തരത്തിലുള്ള ക്രൂരമായ മതമർദ്ദനങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അചഞ്ചലരായി വിശ്വാസത്തിൽ നിലയുറപ്പിച്ച ഒരു ചെറിയ വിഭാഗം യഹൂദരെക്കുറിച്ചും ഇവിടെ പറയുന്നത് നമ്മൾ കേട്ടു. അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ കാലത്ത് നടന്ന ഈ മതമർദ്ദനത്തിൽ നിന്നും എന്ത് ചരിത്രപാഠമാണ്,
എന്ത് ധാർമ്മികമായ പാഠമാണ് നമുക്ക് ഇന്ന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്ന് ഈ അധ്യായത്തിൻ്റെ അവസാന പഠന ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായി മതസ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ്. അന്ത്യോക്യസിൻ്റെ പീഡനം മതസ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രാധാന്യവും മർദ്ദനത്തെ നേരിടുമ്പോൾ വിശ്വാസ സമൂഹങ്ങളുടെ ആത്മവിശ്വാസവും എടുത്തു കാട്ടുകയാണ്. അധികാരത്തിലിരിക്കുന്നവർ മതങ്ങളെ വേട്ടയാടുക എന്നത് ഒരു പുതിയ കാര്യമല്ല. പലപ്പോഴും അധികാരത്തിലിരിക്കുന്നവരുടെ അനീതി നിറഞ്ഞതും ക്രൂരത നിറഞ്ഞതും ആയ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാൻ മതസംവിധാനങ്ങൾ മുൻപോട്ട് വരികയും അതുവഴി അധികാരികൾക്ക് അപ്രീതികരമായ ഒരു നിലപാടെടുക്കാൻ മതസംവിധാനങ്ങളും പുരോഹിതന്മാരുമൊക്കെ നിർബന്ധിതരാകുകയും ചെയ്യുമ്പോൾ അധികാരവർഗം മതസംവിധാനങ്ങളെ മതങ്ങളെ എപ്പോഴും അവരുടെ ശത്രുപക്ഷത്ത് നിർത്തുന്ന സാഹചര്യമുണ്ടാവും. അതല്ലെങ്കിൽ ഈ മതനേതാക്കന്മാർ അധികാരികളെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ എല്ലാ തരത്തിലുമുള്ള കോംപ്രമൈസുകൾക്കും വിട്ടുവീഴ്ചകൾക്കും വിധേയരായ അധികാരികളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരായിട്ട് മാറണം. ഇവിടെ ഒരു കൂട്ടം യഹൂദർ അധികാരികളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരായി മാറുന്നു, മറ്റൊരു വിഭാഗം ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുന്നു. അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്: വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത്, ധാർമ്മിക നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് എവിടെ നിൽക്കും? ദൈവത്തിൻ്റെ വഴിയിൽ നിൽക്കുമോ അതോ ഭരണാധികാരിയുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ വഴിയെ നിൽക്കുമോ? ഈ ഭാഗത്ത് നമ്മുടെ ചിന്ത കിട്ടേണ്ട മറ്റൊരു കാര്യം സാംസ്കാരിക അധീശത്വത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചാണ്. ഇവിടെ അന്ത്യോക്യസ് എപ്പിഫാനസ് നടത്തുന്ന എല്ലാ ശ്രമങ്ങളും ഒരു അധീശത്വത്തിൻ്റെ രീതിയിലാണ്. സാംസ്കാരികമായി ഒരു ജനത്തിൻ്റെ തനിമയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നിർബന്ധിത സാംസ്കാരിക സമന്വയം, വൈദേശിക മൂല്യങ്ങൾ, ഇത് ഒരു ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ അപകടങ്ങൾ നമ്മളിവിടെ കാണുകയാണ്. യവനവൽക്കരണം എന്ന പേരിൽ ഒരു ജനതയുടെ സാംസ്കാരിക തനിമ തന്നെ ഇല്ലാതാക്കുകയാണ്. അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ ഒരു ഏകീകരണം കൊണ്ടുവരാനാണ് അയാൾ ശ്രമിക്കുന്നത്. തൻ്റെ രാജ്യത്ത് ഒരു ഏകീകൃതമായ ആരാധനാ രീതിയും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ ഉണ്ടാകണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിൻ്റെ മറവിൽ സംഭവിക്കുന്നത് ഒരു ജനതയുടെ സാംസ്കാരിക തനിമ ഉന്മൂലനം ചെയ്യപ്പെടുകയാണ് എന്നതാണ് സത്യം. മൂന്നാമത്തെ ഒരു കാര്യം ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നത് ചരിത്ര സ്മരണയുടെ ശക്തിയാണ്. അതായത് ചരിത്രം ഒരു വ്യക്തിയുടെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു ജനതയുടെ ജീവിതത്തെ എക്കാലവും സ്വാധീനിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ യഹൂദർ കടന്നു പോകുന്ന ഈ മതമർദ്ദനങ്ങൾ യഹൂദ ജനതയുടെ മരണമില്ലാത്ത ഓർമ്മയിൽ അടയാളപ്പെടുത്തപ്പെട്ടു. ഇന്നും യഹൂദർ ഈ മതമർദ്ദനങ്ങളെക്കുറിച്ച് ഓർക്കുന്നു. ഇന്നും യഹൂദർ ഈ മതമർദ്ദനങ്ങളെക്കുറിച്ച് ഓർക്കുകയും അവരുടെ ചെറുത്തുനിൽപ്പുകളെ ആഘോഷിക്കുകയും ചെയ്യുന്നതിൻ്റെ ആ ഉത്സവത്തിൻ്റെ പേരാണ് ഹനൂക്ക തിരുനാൾ. അതിനെക്കുറിച്ച് പിന്നീട് വിശദമായി നമ്മൾ സംസാരിക്കാം. ഹനൂക്ക ചരിത്രം നിലനിർത്തപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതോടൊപ്പം ഈ വചനഭാഗം വിശ്വാസത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നു. യഹൂദരായ ചിലർ തങ്ങളുടെ മതവിശ്വാസങ്ങൾക്കായി മരണം വരെ സഹിക്കാൻ തയ്യാറായി.
ഇത് അവരുടെ വിശ്വാസത്തിൻ്റെ ആഴത്തെ കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ അവർ ധീര രക്തസാക്ഷികളായി തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി അവസാന നിമിഷം വരെ അവർ നിലകൊണ്ടു. ഈ ചരിത്ര സംഭവം, ക്രൂരമായ മതമർദ്ദനങ്ങളുടെ ഈ ചരിത്ര സംഭവം നമുക്ക് ഇന്നും പ്രസക്തമായ നിരവധി പാഠങ്ങൾ നൽകുന്നുണ്ട്. നമ്മളായിരിക്കുന്ന സമൂഹത്തിലുൾപ്പെടെ മതസ്വാതന്ത്ര്യം ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യം, ഓരോ ജനവിഭാഗത്തിനും അവരുടെ സാംസ്കാരിക തനിമ സംരക്ഷിക്കാനുള്ള അവകാശം, അതിൻ്റെ ആവശ്യകത, അടിച്ചമർത്തുന്ന ഒരു ഭരണകൂടത്തിനെതിരെ നിലകൊള്ളുന്നതിൻ്റെ ധാർമ്മികത, ഇതെല്ലാം ഈ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും യാതനകളുടെ സമയത്ത് ചെറുത്തുനിൽപ്പ് ആവശ്യമായി വരും. അനീതി അരങ്ങുവാഴുമ്പോൾ നീതിക്കായി നിലവിളിക്കുന്നവരുടെ സ്വരം ഉയരേണ്ടതായി വരും. പലപ്പോഴും നീതിയുടെ സ്വരങ്ങൾ അടിച്ചമർത്തപ്പെട്ടേക്കാം. എന്നാൽ നീതിക്ക് വേണ്ടിയുള്ള നിലവിളികൾ എക്കാലത്തേക്കും നിശബ്ദമാക്കപ്പെടുകയില്ല എന്നാണ് തുടർന്നു വരുന്ന മക്കബായ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ വിചിന്തനങ്ങൾ അവസാനിപ്പിച്ച് നമുക്ക് മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇത്തരത്തിൽ മതനിരാസത്തിനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ, മതമർദ്ദനങ്ങൾ നടന്നപ്പോൾ, സ്വന്തം വിശ്വാസങ്ങളെ, മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ തിരസ്കരിച്ചുകൊണ്ട് വിജാതീയമായവയെ പുൽകാനുള്ള വലിയ നിർബന്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോൾ ഒരു കുടുംബം ഇതിനോട് ചെറുത്തു നിന്നതിൻ്റെ കഥയാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ നാഥൻ്റെ പേര് മത്താത്യാസ് എന്നാണ്. മത്താത്യാസും കുടുംബവും നടത്തിയ ചെറുത്തുനിൽപ്പ്, മക്കബായ വിപ്ലവത്തിൻ്റെ തുടക്കം, മക്കബായരുടെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ആദ്യമായി നമുക്ക് ഈ അധ്യായത്തിൻ്റെ ഘടന ഒന്ന് പരിശോധിക്കാം. 1 മക്കബായ 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ മത്താത്യാസിൻ്റെ കുടുംബത്തെക്കുറിച്ച് വായനക്കാരായ നമുക്ക് വിവരങ്ങൾ ലഭിക്കുകയാണ്, ആമുഖമായ വിവരങ്ങൾ ലഭിക്കുകയാണ്. 1 മക്കബായ 2:6-14 മത്താത്യാസ് എന്ന പുരോഹിതൻ്റെ വിലാപം, ഒരു വിലാപ കാവ്യം നമ്മൾ കാണുന്നു. 1 മക്കബായ 2:15-18 തിരുവചനങ്ങളിൽ രാജസേവകരുടെ ചില പ്രലോഭന ശ്രമങ്ങൾ, അതായത് മത്താത്യാസിനെയും കുടുംബത്തെയും ഒക്കെ ഒന്ന് പ്രലോഭിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നമ്മൾ കാണുന്നു. 1 മക്കബായ 2:23-28 തിരുവചനങ്ങളിൽ ഒരു യഹൂദൻ്റെ വധം, അതിൻ്റെ അനന്തരഫലങ്ങൾ ഇത് നമ്മൾ കാണുന്നു. 1 മക്കബായ 2-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളിൽ ഒരു സാബത്ത് ദിനത്തിൽ നടന്ന കൂട്ടക്കൊലയുടെ ചരിത്രം നമ്മൾ വായിക്കുന്നു. 1 മക്കബായ 2-ാം അധ്യായം 49 മുതൽ 68 വരെയുള്ള വാക്യങ്ങളിൽ മത്താത്യാസ് എന്ന പ്രധാന പുരോഹിതൻ്റെ അന്ത്യവചസ്സുകളും മരണവും നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം 1 മക്കബായ 2:69-70 വാക്യങ്ങളിൽ അയാളുടെ മരണവും സംസ്കാരവും വിവരിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിലെ ഓരോന്നിലൂടെയും വിശദമായിട്ട് കടന്നു പോകാം. ആ ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാം. 1 മക്കബായ 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലാണ് മത്താത്യാസ് എന്ന പുരോഹിതൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അവതരണ ഭാഗം 1 വായിക്കാം. ശിമയോൻ്റെ പുത്രനായ യോഹന്നാൻ്റെ പുത്രനും യോവാറിബ് കുടുംബത്തിൽപ്പെട്ട പുരോഹിതനുമായ മത്താത്യാസ് ജെറുസലേമിൽ നിന്ന് മൊദൈനിലേക്ക് മാറി താമസിച്ചു. അവന് 5 പുത്രന്മാരുണ്ടായിരുന്നു. ഗദ്ദി എന്ന യോഹന്നാൻ, താസി എന്ന ശിമയോൻ,
മക്കബേയൂസ് എന്ന യൂദാസ്, അവരാൻ എന്ന എലയാസർ, ആഫൂസ് എന്ന യോനാഥൻ. ഈ അധ്യായത്തിലെ പ്രധാന വ്യക്തിത്വം മത്താത്തിയാസ് എന്ന പുരോഹിതനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം, അയാളുടെ മക്കളുടെ പേരുകൾ, ഇതെല്ലാം ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ഇത് തുടർന്നുള്ള ചരിത്രഗതിയിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ വിവരിച്ചിരിക്കുന്നത്. മത്താത്തിയാസ് എന്ന പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ പേര് ശിമയോൻ എന്നായിരുന്നു, പിതാവിൻ്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. യോവാറിബ് കുടുംബത്തിൽപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു മത്താത്തിയാസ്. സ്വാഭാവികമായും അയാൾ ജെറുസലേം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കറിയാം, അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ കാലത്ത് ജെറുസലേം ദേവാലയം അശുദ്ധമാക്കപ്പെട്ടപ്പോൾ, ജെറുസലേം ദേവാലയം കൊള്ളയടിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നും അനേകം പേർ മറ്റിടങ്ങളിലേക്ക് മാറി താമസിച്ചു. അങ്ങനെ ജെറുസലേം ഉപേക്ഷിച്ച് മൊദൈൻ എന്നു പേരുള്ള ഒരു ചെറിയ പട്ടണത്തിലേക്ക് താമസം മാറ്റിയ പുരോഹിതനായിരുന്നു മത്താത്തിയാസ്. അയാളുടെ ഹീബ്രു ഭാഷയിലുള്ള പേര് മത്താത്തിയാസ് ബെൻ യോഹന്നാൻ എന്നാണ്. യോഹന്നാൻ്റെ പുത്രൻ മത്താത്തിയാസ്. ഇദ്ദേഹത്തിന് 5 ആൺമക്കൾ ഉണ്ടായിരുന്നു. അവരുടെ പേരുവിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മകൻ്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അയാളുടെ മറ്റൊരു പേര് ഗദ്ദി എന്നായിരുന്നു. ശിമയോൻ എന്ന പുത്രന് മറ്റൊരു പേരുണ്ടായിരുന്നു, താസി എന്നായിരുന്നു. യൂദാസ് എന്ന പുത്രന് മക്കാബേയൂസ് എന്നൊരു പേര് കൂടി ഉണ്ടായിരുന്നു. എലയാസർ എന്ന പുത്രന് അവരാൻ എന്ന പേര്, യോനാഥൻ എന്ന പുത്രന് ആഫൂസ് എന്ന പേര് ഉണ്ടായിരുന്നു. അതായത് ഈ 5 ആൺമക്കൾക്കും മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു. ഒന്നാം അധ്യായത്തിൽ, മക്കബായരുടെ പുസ്തകത്തിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട 1-ാം അധ്യായത്തിൽ പേർഷ്യ, ഗ്രീക്ക്, റോമ സാമ്രാജ്യങ്ങളുടെ ചരിത്രത്തിലൂടെയാണ് നമ്മൾ ഒരു വീക്ഷണം നടത്തിയത് എങ്കിൽ, 2-ാം അധ്യായം ആരംഭിക്കുന്നത് ഒരു പുരോഹിത ഭവനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഞാൻ സൂചിപ്പിച്ചു, മത്താത്തിയാസ് ജെറുസലേം വിട്ടു മൊദൈൻ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ജെറുസലേമിൽ നിന്നും ഏതാണ്ട് 120 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് മൊദൈൻ എന്ന നഗരം. എന്തുകൊണ്ടാണ് മത്താത്തിയാസ് മൊദൈനിലേക്ക് പോയത്? മൊദൈൻ അദ്ദേഹത്തിൻ്റെ പിതൃ നഗരമായിരുന്നു. പുരോഹിത പട്ടണങ്ങളിൽപ്പെടുന്ന ഒരു ഭാഗമായിരുന്നു ഇത്. അദ്ദേഹത്തിൻ്റെ കുടുംബമായ യോവാറിബ് കുടുംബം ജെറുസലേം ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് നിയോഗിക്കപ്പെട്ട 24 പുരോഹിത കുടുംബങ്ങളിൽ പ്രഥമസ്ഥാനീയരായ ഒരു കുടുംബവുമായിരുന്നു. അത്രയുമാണ് ഈ കുടുംബത്തെക്കുറിച്ചുള്ള ആമുഖമായ വിവരങ്ങൾ. മത്താത്തിയാസ് എന്ന പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലം, അവരിപ്പോൾ ആയിരിക്കുന്ന മൊദൈൻ എന്ന സ്ഥലം, അദ്ദേഹത്തിൻ്റെ മക്കൾ, അവരുടെ പേര്, വിവരങ്ങൾ. അടുത്തതായി മത്താത്തിയാസിൻ്റെ ഒരു വിലാപ കാവ്യമാണ് നമ്മൾ കാണുക. ജെറുസലേമിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചോർത്ത് പരിതപിക്കുന്ന മത്താത്തിയാസ്, ദൈവത്തിൻ്റെ ഭവനത്തിന്, ജെറുസലേം ദേവാലയത്തിന് സംഭവിച്ച വലിയ ദുരന്തം മത്താത്തിയാസ് എന്ന പുരോഹിതനെ ഉലച്ചു കളഞ്ഞിരിക്കുന്നു. ദാവീദ് പണിത് ദൈവത്തിന് പ്രതിഷ്ഠിച്ച ദേവാലയ നഗരം ജെറുസലേം തകർക്കപ്പെട്ടത് ഒരു യഹൂദൻ എന്ന നിലയിൽ, ഒരു ഇസ്രായേലൻ എന്ന നിലയിൽ മത്താത്തിയാസിനെ അത്യന്തം പര്യാകുലനാക്കുന്നു. ഈ വേദനയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്നും മത്താത്തിയാസ് വിലപിക്കുന്നതാണ് ഇനി തുടർന്നു വരുന്ന 6 മുതൽ 14 വരെയുള്ള
വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. മത്താത്യാസിൻ്റെ ഒരു വിലാപ കാവ്യമാണ് അവിടെ കാണുന്നത്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. 1 മക്കവായ 2-ാം അധ്യായം 6 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. യൂദായിലും ജെറുസലേമിലും നടമാടുന്ന ദൈവദൂഷണങ്ങൾ കണ്ട് മത്താത്യാസ് വിലപിച്ചു. കഷ്ടം, ഞാൻ എന്തിന് ജനിച്ചു? എൻ്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാനോ? ജനങ്ങൾ ശത്രുക്കൾക്ക് അടിയറ വയ്ക്കപ്പെടുന്നതും വിശുദ്ധ സ്ഥലം പരദേശികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നതും കണ്ട് വെറുതെ ഇരിക്കാനോ? അവളുടെ ദേവാലയം മഹത്വമറ്റവനെ പോലെയായിരിക്കുന്നു. അവളുടെ വിശിഷ്ടപാത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. അവളുടെ കുഞ്ഞുങ്ങൾ തെരുവുകളിൽ വെച്ച് വധിക്കപ്പെട്ടു. യുവാക്കൾ ശത്രുക്കളുടെ വാളിനിരയായി. അവളുടെ കൊട്ടാരങ്ങൾ കൈയടക്കുകയും അവളെ കൊള്ളയടിക്കുകയും ചെയ്യാത്ത ഏത് രാജ്യമുണ്ട്? അവളുടെ ആടയാഭരണങ്ങൾ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ അവൾ സ്വതന്ത്രയല്ല, അടിമയാണ്. നമ്മുടെ അഴകും മഹിമയുമായ വിശുദ്ധ സ്ഥലം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിജാതിയർ അതിനെ അശുദ്ധമാക്കിയിരിക്കുന്നു. നാം ഇനി എന്തിന് ജീവിക്കുന്നു? മത്താത്യാസും പുത്രന്മാരും വസ്ത്രം കീറി ചാക്കുടുത്ത് ഏറെ വിലപിച്ചു. ജെറുസലേമിൻ്റെയും ദേവാലയത്തിൻ്റെയും ദുരവസ്ഥയെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ട് മത്താത്യാസും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും വിലാപഗീതം ആലപിച്ച് വസ്ത്രം കീറി ചാക്കുടുത്ത് അത്യധികം വിലപിക്കുകയാണ്. ഇത് ഒരു പരമ്പരാഗത യഹൂദ ദുഃഖാചരണ രീതിയാണ്, ചാക്കുടുത്ത് വിലപിക്കുന്നു എന്നത്. ഇവിടെ ഈ മത്താത്യാസിൻ്റെ ദുഃഖം വ്യക്തിപരമായ ഒരു വേദന മാത്രമല്ല, ദൈവത്തിൻ്റെ ഉടമ്പടിക്കെതിരായ അശുദ്ധിയോടും ദൂഷണത്തോടുമുള്ള ശക്തമായ മതപരമായ ഒരു പ്രതികരണം കൂടെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഈ വിലാപത്തിന് ശേഷം മത്താത്യാസിൻ്റെ ചില പ്രതികരണങ്ങൾ നമുക്ക് തുടർന്നുള്ള വചനഭാഗങ്ങളിൽ കാണാം അടുത്ത ക്ലാസ്സിൽ.